ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കാണുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ ചെറിയൊരു ബിരിയാണി വെക്കുന്നു. കുറേ ദിവസമായി ബിരിയാണിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. എങ്ങനെ നോർമലി ഒരു കൊച്ച് എല്ലാം കൂടി ഇട്ടല്ലേ പിള്ളേർ നമ്മൾ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം പറക്കി കളയും. അപ്പോഴത്തേനും അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ വെള്ളമൊക്കെ തിളച്ചു, അരിയൊക്കെ ഇട്ടു, അവരെല്ലാം ഉള്ളിയെല്ലാം വറുത്തൊക്കെ വെച്ചു, കാഷ്നട്ടും കിസ്മിസും മല്ലിയില അതിൻ്റെ ചേർക്കുന്ന മസാല എല്ലാം കൂടെ ചേർത്ത് അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചു. അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അരിഞ്ഞ് നല്ല വെയിലുണ്ട് ഇപ്പം. അപ്പോൾ അതരിഞ്ഞ് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നങ്ങ് റെഡിയാവും. അപ്പം ഇപ്പം നല്ല വെയിലുണ്ട്, മഴയായി കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം തിളച്ച് അരി റെഡിയാവുന്ന ചോറ് വേവുന്ന ടൈമിൽ നമുക്ക് ഇതരിഞ്ഞങ്ങോട്ട് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മോൻ പറഞ്ഞു ബിരിയാണി കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവന് ബിരിയാണിയൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. ചിക്കൻ കറി എങ്ങനെ നോർമലി വെക്കുന്നത് അതേപോലെ തന്നെ ചിക്കൻ കറി അല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തല്ല വെച്ചത് കേട്ടോ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത്. ഒന്നിച്ച് വെച്ച് കഴിയുമ്പോൾ ചിലപ്പം കറിക്ക് ചിലപ്പോൾ എരി കൂടിക്കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാനെന്തിന് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത്. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ എടുത്തു, പപ്പടമൊക്കെ കാച്ചി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അച്ചാറിൻ്റെ കറി, നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി. പിള്ളേർ അച്ചാർ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് കൊടുത്തു, ഞാനും കഴിച്ചു. കറണ്ട് ഇല്ലായിരുന്നു ആ ടൈമിൽ, അതാണ് ഇത്തിരി ക്ലിയർ ഇല്ലാത്ത കേട്ടോ. അങ്ങനെ പിന്നെ ഇറച്ചിക്കറിയും ബിരിയാണിയൊക്കെ കഴിച്ച് ബൈ ഓക്കേ.